ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഈ ഒരു സ്കോളർഷിപ്പ് പ്രകാരം പരമാവധി 1,00,000 രൂപ വരെയാണ് ലഭിക്കുക. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെല്ലാമാണോ ഈ വീഡിയോ ഉപകാരപ്പെടുക അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ സ്കോളർഷിപ്പിന്റെ പേര് ഇൻഫോസിസ് ഫൗണ്ടേഷൻ ഫോർ സ്റ്റെം സ്റ്റാർ സ്കോളർഷിപ്പ് 2025-2026 എന്നാണ്. ഈ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ഇന്ത്യൻ സിറ്റിസൺസ് ആയ വിദ്യാർത്ഥിനികൾക്കാണ്. വിദ്യാർത്ഥിനി +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഈ വർഷം സ്റ്റെം വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു കോഴ്സിന് ഈ വിദ്യാർത്ഥിനി ഇപ്പോൾ അഡ്മിഷൻ നേടിയിരിക്കണം. സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഈ വിദ്യാർത്ഥിനി ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജിലായിരിക്കണം അഡ്മിഷൻ നേടിയിരിക്കേണ്ടത്. NIRF അക്രഡിറ്റഡ് ആയിട്ടുള്ള കോളേജുകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും NIRF അക്രഡിറ്റേഷൻ ഇല്ലെങ്കിലും ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ മെഡിക്കൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയായിരിക്കണം. സ്കോളർഷിപ്പ് പ്രകാരം പരമാവധി 1,00,000 രൂപ ലഭിക്കുന്നതാണ് പ്രതിവർഷം. ഇതില് അവരുദ്ദേശിക്കുന്നത് ലിവിംഗ് എക്സ്പെൻസും ട്യൂഷൻ ഫീസും എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എത്രയാണോ ആക്ച്വൽ ആയിട്ട് വരുന്നത് ആ ഒരു തുകയാണ് ലഭിക്കുക. പരമാവധി ക്യാപ്പ് ചെയ്താക്കുന്നത് 1,00,000 രൂപ. ഇത് തുടർച്ചയായിട്ട് 4 വർഷം വരെ ലഭിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15 ആണ്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻഫോർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.